ഇന്ത്യക്ക് നേരെ ഭീകരവാദികൾ ഉയർത്തിയ പാകിസ്ഥാൻ പിന്തുണയോടുകൂടി തന്നെ എന്ന് പറയാം. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വെളിയിൽ വരുന്നത്. പാക് പങ്ക് പകൽ പോലെ വെളിവാവുകയാണിപ്പോൾ. 28 പേർക്കാണ്, 28 നിരായുധരായ നിരപരാധികളായ മനുഷ്യർക്കാണ് അവിടെ ജീവൻ നഷ്ടമായത്. അതിലൊരാൾ മലയാളിയായ രാമചന്ദ്രൻ. കഴിഞ്ഞ ദിവസം രാമചന്ദ്രന്റെ മകൾ ആരതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിരുന്നു. എന്താണ് ഉണ്ടായത് എന്ന് അവർ കൃത്യമായി പറയുകയുണ്ടായി. അവിടെ അവർക്കടുത്തേക്കെത്തിയ ഭീകരവാദികൾ പട്ടാളവേഷത്തിൽ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. തിരഞ്ഞുപിടിച്ച് പുരുഷന്മാരെ ആക്രമിക്കുകയായിരുന്നു. സ്ത്രീകളുടെ കണ്ണീരായിരുന്നു ആ ഭീകരവാദികൾക്ക് കാണേണ്ടിയിരുന്നത്. രാജ്യത്തിൻ്റെ കണ്ണീരായിരുന്നു കാണേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ ശക്തമായ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ. 28 നിരായുധരുടെ നിരപരാധികളുടെ ജീവനാണ് പഹൽഗാമിൽ ഭീകരവാദികൾ എടുത്തത്. ആസിഫ് ചേരുന്നുണ്ട്. ആസിഫ്, നമ്മൾ രാമചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ കുടുംബവും അതിന് ഇരയാക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മകൾ അസാധാരണമായ ഒരു ധൈര്യത്തോടെ കാര്യങ്ങൾ മാനേജ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വന്ന് തുറന്നു പറഞ്ഞത്. 2 കൊച്ചു കുട്ടികളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ കടന്നു പോകുന്ന ഒരു ട്രോമ എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല. അവരൊക്കെ അവിടെ ഉണ്ടോ? അവരുടെയൊക്കെ വിവരങ്ങൾ എന്താണ് ആസിഫ്? തീർച്ചയായും അവർ മുഴുവൻ ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് അതിൻ്റെ ഒരു ആഘാതം അത് താങ്ങാൻ കഴിയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പലപ്പോഴും അത് അലമുറയിട്ട് കരയുകയാണ് ആ പിതാവിൻ്റെ മൃതദേഹം കാണുന്ന ഓരോ സന്ദർഭത്തിലും. കാരണം അത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയത്. കാരണം മണിക്കൂറുകൾ നീണ്ട ഒരു ഭീകരാക്രമണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലങ്ങൾ മണിക്കൂറുകളോളം അതിൻ്റെ ഒരു ഭീകരത ഒരുപക്ഷെ ഒറ്റയ്ക്കെന്നതുപോലെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ഘട്ടം പോലും ആ മകൾക്ക് ഉണ്ടായിരുന്നു. അമ്മയെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത്ര അതിഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് ആണ് പിന്നീട് പിതാവിൻ്റെ മൃതദേഹവുമായി നാട്ടിലേക്ക് എത്തുന്നത്. മാത്രമല്ല മക്കളടക്കം, ആ പേരക്കുട്ടികളടക്കം ആ ഭീകരാക്രമണത്തിൻ്റെ നേരിട്ടുള്ള ദൃക്സാക്ഷികളായി ആ ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് അവർക്ക് വിട്ടുമാറാൻ ഒരു പക്ഷേ അവരുടെ ജീവിതകാലത്ത് പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതും ഒരു വസ്തുതയാണ്. അങ്ങനെ അത്രത്തോളം ഒരു ഭീകരമായ അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആളുകൾക്ക് പലപ്പോഴും ഒരു നിർവികാരത പോലുമായിരിക്കും അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരിക എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത്രത്തോളം ഒരു മോശം സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം ഏതായാലും ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്കുള്ള ജനപ്രവാഹം അത് വലിയ രീതിയിൽ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. 7 മണി മുതൽ 9 മണി വരെയാണ് പൊതുദർശനം തീരുമാനിച്ചതെങ്കിൽ പോലും അത് 10 മണിക്ക് അപ്പുറത്തേക്ക് നീളുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കാരണം അത്രത്തോളം ആളുകൾ അങ്ങനെ ആ പൊതുദർശനം നടന്ന ചങ്ങമ്പുഴ പാർക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണുവാൻ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും സമാനമായ രീതിയിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 100 കണക്കിന് വരുന്ന ആളുകൾ ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനി ആ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള മതപരമായ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ആ ഒരു മതപരമായ ചടങ്ങുകളിലേക്കടക്കം നീങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹം ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കുടുംബാംഗങ്ങൾക്ക് കാണാനും മതപരമായ ചടങ്ങുകൾ നിർവഹിക്കാനുമായി എത്തിയിരിക്കുകയാണ്. എന്തായാലും ആ വീട് നമുക്ക് കാണാൻ കഴിയും. വളരെ അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളായി അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു നാടും വീടും ഇപ്പോൾ അദ്ദേഹത്തിന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. ആ ഒരു വീട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജനാവലി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിരവധി ആളുകളാണ് ആ വീടിൻ്റെ മുന്നിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, MP-മാരുണ്ട്, അങ്ങനെ നിരവധി ആളുകൾ നാട് ഒന്നാകെ അദ്ദേഹത്തിന് ഇപ്പോൾ അന്ത്യാജ്ഞലി അർപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവത്തിൻ്റെ ഇരകളാക്കപ്പെട്ട ആൾ, അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രം ഭീകരവാദികൾ
തീവ്രവാദികളുടെ തോക്കിന് ഇരയാകേണ്ടി വന്ന ആൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ നാട് ഒന്നാകെ അദ്ദേഹത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുകയാണ്. ഭീകരവാദത്തോട് ഉള്ള ആ ജനങ്ങളുടെ മുഴുവൻ എതിർപ്പും അറിയിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു വൻ ജനാവലിയുടെ ഈ കടന്നുവരവിന് കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. ഏതായാലും ഇപ്പോഴും വലിയ രീതിയിലുള്ള ജനസാന്ദ്രമായ സാഹചര്യമാണ് ഈ വീടിന് മുമ്പിൽ ആകെ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ പൊതുദർശന വേളയിൽ MLA-മാർ, ഗവർണർമാർ അടക്കമുള്ളവർ വലിയ രീതിയിൽ അങ്ങോട്ട് എത്തിയിരുന്നു. മന്ത്രിമാർ, MLA-മാർ, അങ്ങനെ നിരവധി ആളുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഇരുന്നത്. അതോടൊപ്പം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വീട്ടിലേക്കുള്ള ആളുകളുടെ ഒരു കടന്നുവരവ്. അത് ഇപ്പോഴും വലിയ രീതിയിൽ ക്യൂ നിന്നുകൊണ്ടാണ് ആളുകൾ ഇവിടെ ആ ഒരു മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിൽക്കുന്നത്. കുടുംബാംഗങ്ങളായി നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവർക്ക് ഒരു നോക്ക് കാണാൻ കഴിയുന്ന സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഉള്ളിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളടക്കമുള്ള നിരവധി ആളുകൾ ഇവിടെ വന്ന് കാത്തുനിൽപ്പുണ്ട്. അങ്ങനെ ആ വീടിൻ്റെ ഉള്ളിൽ വലിയ തിരക്കിലേക്ക്, ഈ ഒരു പ്രദേശത്തേക്ക് വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അത്രത്തോളം ഈ നാട് അദ്ദേഹത്തിന് വിട നൽകാനായി ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ടോ എന്നുള്ളതാണ്